إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ولقد وصينا الذين أوتوا الكتاب من قبلكم وإياكم أن اتقوا الله സ്നേഹാദരണീയരായ വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ മുഴുവൻ സന്ദർഭങ്ങളിലും കഴിവിന്റെ പരമാവധി സൂക്ഷിച്ച് തഖ്വയുള്ള യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കുവാൻ പരിശ്രമിക്കണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് നൽകുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹുവിന്റെ നിയമങ്ങൾ മനസ്സിലാക്കുവാനും അത് ജീവിതത്തിൽ പകർത്തി ജീവിക്കുവാനും സ്വർഗം ലക്ഷ്യമാക്കി ജീവിതത്തിന്റെ വിലപ്പെട്ട സമയങ്ങൾ ഉപയോഗപ്പെടുത്തുവാനുമുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, സഹോദരിമാരെ, പരിശുദ്ധ റമളാൻ അതിൻ്റെ അവസാനത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. 23ാമത്തെ നോമ്പിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന നമ്മൾ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്. നമസ്കാരമായി, ദിക്റുകളായി, ദാനധർമ്മങ്ങളായി, അങ്ങനെ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ പരിശ്രമിച്ചിട്ടുണ്ട്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒരു ഓട്ടം മത്സരം നടത്തുന്ന ഒരു മത്സരാർത്ഥിയെ പോലെയാണ് ഈ ഒരു സന്ദർഭത്തെ നമ്മൾ കാണേണ്ടത്. ഏകദേശം ഫിനിഷിംഗ് ലൈനിലേക്ക് എത്താനായിട്ടുണ്ട്. ഈ സന്ദർഭത്തിൽ 2 തരത്തിലാണ് മത്സരാർത്ഥികൾ ഉണ്ടാവുക. ഒന്ന്, ഓടിത്തളർന്ന് ക്ഷീണിച്ച് അവസാനത്തിലേക്ക് എത്താൻ കഴിയുമോ എന്ന പേടിയോടുകൂടി വല്ലാത്ത ക്ഷീണവുമായി കടന്നു പോകുന്ന ആളുകൾ. മറ്റു ചില ആളുകൾ എത്താനായി കുറച്ചു കൂടിയേ ഉള്ളൂ, അതുകൊണ്ട് ആവേശത്തോടുകൂടി അവസാനത്തെ ഭാഗം പൂർത്തീകരിക്കാൻ പരിശ്രമിക്കുന്ന ആളുകൾ. ഇതിൽ റമളാനിന്റെ വിഷയത്തിൽ നമ്മൾ എവിടെ നിൽക്കുന്നു എന്നത് പരിശോധിക്കേണ്ടതുണ്ട്. ഏകദേശം റമളാനിന്റെ 3 ഭാഗവും പൂർത്തീകരിച്ചു. ഇനി നമ്മുടെ മുമ്പിൽ വളരെ കുറഞ്ഞ സമയം മാത്രമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഞാനും നിങ്ങളും പരിശോധിക്കേണ്ടത് ഇന്നലകളെ കുറിച്ചുള്ള ഒരു ചിന്തകളാണ്. റമളാനിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്ലാൻ ചെയ്തിരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാം നിർവഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ആത്മാർത്ഥമായി പരിശോധിക്കുക.
ഓരോ ദിവസത്തിന്റെയും പകലുകളും രാത്രികളും ഒക്കെ അവലോകനം ചെയ്യുമ്പോൾ ഏറ്റവും നല്ല നിലക്ക് ഈ വർഷത്തെ റമദാനാണ് ഏറ്റവും നന്നായി ഞാൻ ഉപയോഗപ്പെടുത്തിയത് എന്ന് പറയാൻ കഴിയുന്ന ഒരവസ്ഥാവിശേഷം നമുക്കുണ്ടോ എന്നത് പരിശോധിക്കുക. കാരണം ഈ സമയത്തുള്ള അവലോകനത്തിന് വലിയ ഗുണമുണ്ട്. കാരണം കുറഞ്ഞ സമയം കൂടി മുമ്പിലുണ്ട്, കുറച്ച് സമയം കൂടി മുമ്പിലുണ്ട്. ഈ സമയത്ത് കൃത്യമായി ഇതുവരെയും ഉപയോഗപ്പെടുത്താത്ത ആളുകൾക്ക് മുമ്പിൽ കുറഞ്ഞ സമയം കൂടി ചാൻസ് ഉണ്ട്, ഉപയോഗപ്പെടുത്താൻ കഴിയും. കാരണം ചെറിയ സമയങ്ങൾ ചെലവഴിച്ചാൽ തന്നെ നേടിയെടുക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് റമദാനിൽ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഓരോ കാര്യങ്ങളും അങ്ങനെ മനസ്സിലാക്കണം. എന്തൊക്കെയാ റമദാൻ നമുക്ക് കൊണ്ടുതന്നത്? അതിലേറ്റവും പ്രധാനപ്പെട്ടത് നോമ്പ് നിർബന്ധമാക്കിയതിന്റെ ലക്ഷ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് റമദാനിന്റെ തുടക്കം മുതൽ അല്ലെങ്കിൽ അതിനു മുമ്പ് തന്നെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആവർത്തിച്ച് കേൾക്കുന്ന വാചകം, യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങൾക്കും നിങ്ങൾക്ക് മുമ്പുള്ളവർക്കും ഒക്കെ നോമ്പ് നിർബന്ധമാക്കിയത് അത് തഖ്വ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. തഖ്വ കിട്ടാനാണ് നോമ്പ്. റമദാനിലേക്ക് പ്രവേശിക്കാനുള്ള ഭാഗ്യം അല്ലാഹു നൽകിയതിന്റെ ലക്ഷ്യം തഖ്വ നേടിയെടുക്കലാണ്. കാരണം ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, തഖ്വയുള്ള ആളുകളിൽ നിന്ന് മാത്രമേ അല്ലാഹു സൽക്കർമ്മങ്ങൾ സ്വീകരിക്കുകയുള്ളൂ. തഖ്വയില്ലാത്ത ഒരാളുടെയും കർമ്മങ്ങൾ സ്വീകരിക്കുകയില്ല. അതുകൊണ്ട് തഖ്വയുണ്ടാകണം, അതിനാണ് നോമ്പ്. എന്താ തഖ്വ? ആ തഖ്വക്കുള്ള പ്രാധാന്യം എന്താ? എല്ലാ പ്രവാചകന്മാരും ജനങ്ങളോട് പറഞ്ഞു, അലാ തത്തഖൂൻ, നിങ്ങൾ എന്താ തഖ്വയുള്ളവരാകുന്നില്ലേ? ഖുർആൻ ആവർത്തിച്ച് പ്രവാചകന്മാരുടെ പേര് പറഞ്ഞിട്ട് പറയുന്നുണ്ട്, അവരൊക്കെ ജനങ്ങളോട് ചോദിച്ചു എന്ന്. എല്ലാ പ്രവാചകന്മാരോടും അല്ലാഹു പറഞ്ഞ വസിയത്തും അത് തന്നെയാണ്. അല്ലാഹു നൽകിയ വസിയത്ത്, വലഖദ് വസ്സൈനല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലിക്കും വഇയ്യാക്കും അനിത്തഖുല്ലാഹ്, നിങ്ങളോടും നിങ്ങൾക്ക് മുമ്പ് വേദം നൽകപ്പെട്ടവരോടൊക്കെയും നൽകിയ വസിയത്ത്, ഉപദേശം, അത് തഖ്വ നേടിയെടുക്കാനാണ്. നിങ്ങൾ തഖ്വയുള്ളവരാകുന്നില്ലേ, നിങ്ങൾക്ക് തഖ്വ നേടിയെടുക്കുന്നില്ലേ എന്ന ചോദ്യമാണ് ആവർത്തിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചു. ആ ലക്ഷ്യമാണ് റമദാനിന്റെ ലക്ഷ്യം. 23 നോമ്പുകൾ കൊണ്ട് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ തഖ്വ എന്നത് പരിശോധിക്കണം. എന്താ തഖ്വ? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തഖ്വയെ നമുക്ക് പരിചയപ്പെടുത്തി തന്നതിൽ 4 കാര്യങ്ങൾ എടുത്തു പറഞ്ഞു. ഒന്നാമത്തെ കാര്യമാണ് പറഞ്ഞത് അൽ ഖൗഫു മിനൽ ജലീൽ, അല്ലാഹുവിനെ ഭയപ്പെടല. തഖ്വയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം. ഒന്നാമത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു എണ്ണി പറഞ്ഞത് റബ്ബിനെ ഭയപ്പെടല. എങ്ങനെ അല്ലാഹുവിനെ ഭയപ്പെടുക? അലം യഅലം ബിഅന്നല്ലാഹ യറാ, നീ അറിയുന്നില്ലേ, അവരറിയുന്നില്ലേ അല്ലാഹു കാണുന്നുണ്ട് എന്ന്? ഇതാണ് ഭയം. അല്ലാഹ് കാണുന്നുണ്ട്, അല്ലാഹ് അറിയുന്നുണ്ട് എന്ന ഭയം മനസ്സിന്റെ അകത്തുണ്ടാകണം. വഹുവ മഅകും ഐനമാ കുൻതും, നിങ്ങൾ എവിടെയാണെങ്കിലും അവൻ നിങ്ങളുടെ കൂടെയുണ്ട്. ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്, റബ്ബ് അതിശക്തമായി ശിക്ഷിക്കുന്നവനാണ്. ഇത് ഖുർആൻ ആവർത്തിച്ചു പറഞ്ഞ ഈ ഒരു കാര്യത്തെ, ഈ ഭയം ഹൃദയത്തിൽ കൊണ്ടുവരാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഈ ഭയം ഉണ്ടാകുമ്പോഴാണ് ജീവിതത്തിലെ യാത്ര അത് സ്വർഗത്തിന് വേണ്ടിയിട്ടാണ്. എന്റെ യാത്ര സ്വർഗത്തിന് വേണ്ടിയിട്ടാകണം. ഈ പ്രവർത്തനം നരകത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ്. അതുകൊണ്ട് ഞാൻ അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്താൽ എനിക്ക് ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്ന ബോധത്തിൽ നിന്ന്, തിന്മകളിൽ നിന്ന് മാറി നിൽക്കാനും നന്മകളിൽ മത്സരിക്കാൻ നമുക്ക് കഴിയും. ഈ ഭയമുള്ളത് കൊണ്ടാണ് അന്ന് പാൽക്കാരി പെണ്ണ് ഉമ്മ പാലിൽ വെള്ളം ചേർക്കണമെന്ന് പറയുമ്പോ അല്ലാഹ് കാണുന്നുണ്ട്, ഉമർ കണ്ടിട്ടില്ലെങ്കിലും എന്ന് ആ പാൽക്കാരി പെണ്ണ് പറയാൻ കാരണമായത് ആ തഖ്വ ഹൃദയത്തിൽ ഉള്ളത് കൊണ്ടാ. ആ പെണ്ണിന്റെ തഖ്വ നമ്മുടെ ഹൃദയത്തിലേക്ക് എത്തിയിട്ടുണ്ടോ? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരു ആട്ടിടയനെ പരീക്ഷിച്ച ചരിത്രം ഹദീസുകൾ പഠിപ്പിക്കുന്നുണ്ട്. ഒരാടിനെത്താ യജമാനൻ അറിയില്ലല്ലോ എന്ന് പറയുമ്പോ ആ ആട്ടിടയനായ കുട്ടി പറഞ്ഞത്, എന്റെ ഈ യജമാനൻ ില്ലെങ്കിൽ യഥാർത്ഥ യജമാനൻ അറിയുമല്ലോ എന്ന മറുപടി പറഞ്ഞ ആട്ടിടയന്റെ ഈമാൻ
ആ തഖ്വയാ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയേണ്ടത്. ഏതു സന്ദർഭത്തിലും എന്റെ രഹസ്യ ജീവിതത്തിൽ, എന്റെ പരസ്യ ജീവിതത്തിൽ, ഞാൻ കൂട്ടത്തിലായിരിക്കുമ്പോൾ, ഞാൻ ഒറ്റക്കായിരിക്കുമ്പോൾ, എനിക്ക് സന്തോഷത്തിന്റെ സന്ദർഭങ്ങൾ വരുമ്പോ, എനിക്ക് സങ്കടത്തിന്റെ സന്ദർഭങ്ങൾ വരുമ്പോ എല്ലാം റബ്ബിലേക്ക് ചേർത്ത് വെച്ച്, റബ്ബിനെ ഭയപ്പെട്ട്, റബ്ബിന്റെ നിയമങ്ങൾ പാലിച്ച്, റബ്ബ് വിലക്കിയ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ തഖ്വ ലഭിച്ചവരായി മാറിയിട്ടുണ്ട്. ഇല്ലേ? കഴിഞ്ഞിട്ടില്ലേ? റമളാനിന്റെ പകലുകളും ഹറാമുകളിലേക്ക് കടന്നുപോയവരാണെങ്കിൽ റമളാൻ ഒന്ന് കഴിയട്ടെ, പെരുന്നാളിന്റെ സുദിനമെന്നാകട്ടെ, ആഘോഷത്തിന്റെ തിമിർക്കിലേക്ക് ഹലാലും ഹറാമും പരിശോധിക്കാതെ തോന്നിവാസത്തിലേക്ക് പോകണമെന്ന മനസ്സു പറയുന്നതെങ്കിൽ കിട്ടിയിട്ടില്ല തഖ്വ, നേടിയെടുത്തിട്ടില്ല തഖ്വ. റമളാനിന്റെ നോമ്പിന്റെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് നമ്മുടെ മനസ്സിനോട് പറയണം. അതുകൊണ്ട് റമളാൻ തീരുന്നതോടുകൂടി പിന്നീട് തിന്മയുടെ വാതായനങ്ങളിലേക്ക് കടന്നു പോവുകയല്ല, തിന്മകളുടെ വാതിലുകൾ തുറക്കുകയല്ല, നിർത്തിയതൊക്കെ നിർത്താൻ, തുടങ്ങിയ നന്മകളൊക്കെ തുടർത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതുകൊണ്ട് തഖ്വ കിട്ടിയിട്ടുണ്ടോ എന്ന ഒന്നാമത്തെ ഭാഗം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നത് പേടിയുണ്ടോ നോക്കണം. ഭയമുണ്ടോ? അള്ളാനെ പേടിയുണ്ടോ? അള്ളാഹ് ശിക്ഷിക്കുമല്ലോ, അള്ളാഹ് കാണുമല്ലോ, അള്ളാഹ് കൂടെ ഉണ്ടല്ലോ, ഇങ്ങനെ ജീവിച്ചാൽ പോരല്ലോ എന്ന ഭയമുണ്ടാകണം. അതേപോലെ തന്നെ അദ്ദേഹം എടുത്തു പറഞ്ഞത് രണ്ടാമത്തത് പ്രമാണങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുക, ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുക. അതും എങ്ങനെ? അള്ളാഹ് പറഞ്ഞതുപോലെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ പ്രമാണങ്ങൾക്കനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുക. പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെ നന്മകളായി പഠിപ്പിച്ചോ ഒക്കെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. തിന്മകളായി പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങൾ അടുക്കരുത്, പോകരുത്, ചെയ്യരുത്. വിലക്കിയ കാര്യങ്ങളുണ്ട്, അതിർപരമ്പകൾ നിശ്ചയിച്ചിട്ടുണ്ട്. അങ്ങോട്ട് പോകാൻ പാടില്ല, അങ്ങോട്ട് നോക്കാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ പഠിപ്പിക്കപ്പെട്ട ഓരോ വിശ്വാസിയും ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ, അവിടൊക്കെ നോ പറയേണ്ട സ്ഥലങ്ങളിൽ നോ പറയാൻ കഴിയണം. പോകാൻ പാടില്ലെന്ന് പറയുന്ന സ്ഥലങ്ങളിൽ പോകാൻ പാടില്ല. അതാ തഖ്വ. ഞാൻ നല്ല മുത്തഖിയാണ് എന്ന് പറഞ്ഞ് തോന്നിവാസത്തിലേക്ക് കടന്നു പോവുകയല്ല. പാടില്ലെന്ന് പറഞ്ഞ വിലക്കിയ കാര്യം, പലിശ ഇസ്ലാമികമായി ഹറാമ, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല. ലോൺ ഇസ്ലാം അനുവദിച്ചു തന്നിട്ടില്ല, ലഹരിയിലേക്ക് കടന്നു പോകാൻ പാടില്ല. സംഗീതം ഇസ്ലാം വിലക്കിയ കാര്യമാണ്. വൃത്തികെട്ട വീഡിയോകൾ കാണുക എന്നത് അതൊറ്റക്കാണെങ്കിലും കൂട്ടത്തിലാണെങ്കിലും, അതേത് 1 മിനിറ്റ് ആണെങ്കിലും 1 മണിക്കൂറാണെങ്കിലും വിലക്കിയ കാര്യമാണ്. ഞാൻ അതിനോട് നോ പറയാൻ കഴിയണം. അങ്ങനെ തുടങ്ങി ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ പഠിപ്പിച്ച നന്മകൾ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കുകയും ഇസ്ലാം വിലക്കിയ മുഴുവൻ കർമ്മങ്ങളിൽ നിന്നും മാറി നിൽക്കുകയും ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ തഖ്വ കിട്ടിയവനായി. മൂന്നാമത് പറഞ്ഞു വരിയല്ലാഹു ഖലീൽ, എത്രയാണോ റബ്ബ് തന്നത് അതിൽ തൃപ്തിപ്പെടുക, അത് തഖ്വയാ. സൗന്ദര്യം അല്ലാഹ് എത്ര തന്നിട്ടുണ്ട്, തൃപ്തിപ്പെടുക. സമ്പത്ത് അല്ലാഹ് ഇത്ര തന്നിട്ടുണ്ട്, തൃപ്തിപ്പെടുക. സൗകര്യങ്ങൾ അല്ലാഹ് ഇത്ര തന്നിട്ടുണ്ട്, തൃപ്തിപ്പെടുക. എന്തൊക്കെയാണ് ദുനിയാവിൽ നമുക്ക് കിട്ടിയത്, അത് നമുക്ക് എത്രയാണോ വേണ്ടത് അത് റബ്ബിനറിയാം, അത് നമുക്ക് തന്നിട്ടുണ്ട്. അന്യന്റെ വീട്ടിലേക്ക് നോക്കിയിട്ട്, അപ്പുറത്തെ വീട് നോക്കിയിട്ട്, വലിയ വലിയ കൊട്ടാരങ്ങൾ നോക്കിയിട്ട്, വലിയ വലിയ വാഹനങ്ങൾ ഉള്ളവരെ നോക്കിയിട്ട് അങ്ങനെയൊന്നും എനിക്ക് തന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് വിഷമം കടന്നു പോകേണ്ടവരല്ല നമ്മൾ. തൃപ്തിപ്പെടുക. എന്താണോ കിട്ടിയത് ഏറ്റവും ഖൈറ. ഹിദായത്ത് കിട്ടിയിട്ടില്ലേ? പട്ടിണി കിടക്കാതെ ദുനിയാവിൽ ജീവിക്കാനുള്ള അവസരം കിട്ടിയിട്ടില്ലേ? താഴോട്ട് നോക്കണമെന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ? താഴോട്ട് നോക്കണം. നിങ്ങളെക്കാളും താഴെയുള്ളവർ, ബസ് സ്റ്റാൻഡിൽ കിടന്നുറങ്ങുന്നവർ, ഹിദായത്ത് കിട്ടാത്തവർ, ഇങ്ങനെ പരിശോധിക്കുമ്പോൾ കിട്ടിയതിൽ തൃപ്തിപ്പെടാൻ കഴിയുന്നുണ്ടോ? തഖ്വയുള്ളവനായി മാറി. നാലാമത് അദ്ദേഹം പറഞ്ഞു മരണത്തെ പ്രതീക്ഷിച്ച് ജീവിക്കുക. മരണത്തെ പ്രതീക്ഷിച്ച് ഇങ്ങനെ ഇരിക്കുക. മരിച്ച പോകണം സുന്ദരമായ ഒരു ജീവിതത്തിലേക്ക്, ആസ്വാദനങ്ങളുടെ ജീവിതത്തിലേക്ക്, അനുഭവങ്ങളുടെ ജീവിതത്തിലേക്ക് പോകാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഇത് തഖ്വയാ. നമുക്ക് കഴിയുന്നില്ല, നമുക്ക് പേടിയാണ്. മരിക്കുമെന്നറിയുമ്പോ, മരിക്കുമെന്ന ചിന്ത വരുമ്പോ തന്നെ പേടിയാണ്. കാരണം അതിനുശേഷമുള്ള ഭയാനകരമായ ജീവിതത്തെ ഓർത്തിട്ട് ഖബറിൽ വർഷങ്ങളോളം കഴിയേണ്ടി വരും, മഹ്ശറയിൽ വർഷങ്ങളോളം കാത്തു നിൽക്കേണ്ടി വരും, പിന്നീട് അങ്ങോട്ട് നരകത്തിൽ കടന്നു പോകേണ്ടി വരും എന്ന ചിന്തയിൽ പേടിച്ചിട്ടാണ്. കാരണം ചെയ്തു കൂട്ടിയ സൽക്കർമ്മങ്ങളില്ല, ചെയ്തു കൂട്ടിയതൊക്കെയും അതിർവരമ്പുകൾക്ക് അപ്പുറത്തുള്ള തോന്നിവാസങ്ങളിലേക്കുമാ തിന്മകളിലേക്കുമാണ് എങ്കിൽ പ്രിയമുള്ളവരെ തഖ്വയില്ല. ഈ 4 കാര്യങ്ങളും ചേർത്തു വെക്കാൻ നമ്മുടെ ഹൃദയത്തിൽ ചേർന്ന് വന്നിട്ടുണ്ടോ എങ്കിൽ തഖ്വ നേടിയിട്ടുണ്ട്. ലഅല്ലകും തത്തഖൂൻ, തഖ്വ ഉണ്ടാവുമെന്ന് അള്ളാഹ് പറഞ്ഞ ആ നോമ്പുകാരായി മാറാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. നോമ്പിന്റെ ലക്ഷ്യം അതാ. അതില്ലേ യാതൊരുവിധ ഗുണവുമില്ല.
അതുകൊണ്ട് ഒന്നാമതായി നോമ്പ് കൊണ്ട് ലക്ഷ്യമാക്കിയത് തഖ്വയ, അത് നേടിയെടുക്കാൻ കഴിയണം. അതേപോലെ തന്നെ പാപങ്ങൾ മായിച്ചു തരിക എന്നത് വളരെ പ്രധാനമാണ്. റമളാൻ എന്ന പദത്തിന്റെ അർത്ഥം പോലും പഠിപ്പിച്ചത് കരിച്ചു കളയാണ്. തൗബയും ഇസ്തിഗ്ഫാറും ധാരാളമായി പഠിപ്പിച്ചു. എത്രത്തോളം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ പരിശോധിക്കുക. എല്ലാ പാപങ്ങളും മായിച്ചിട്ട് കറുത്ത ഹൃദയവുമായി റമളാനിലേക്ക് പ്രവേശിച്ച നമ്മൾ ആ ഹൃദയത്തിന്റെ കളറുകൾ മാറ്റാൻ, ആ ഹൃദയത്തിന്റെ കറുപ്പുകൾ ഇല്ലാതാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ പരിശോധിക്കുക. ആത്മാർത്ഥമായി എത്രട്ടം ഇസ്തിഗ്ഫാർ ചൊല്ലിയിട്ടുണ്ട്. അസ്തഗ്ഫിറുല്ലാഹ്, റബ്ബേ ഒന്ന് പുറത്തു തരണേ എന്ന് നമ്മുടെ ജീവിതത്തിൽ ഇന്നലകളിൽ ചെയ്തു കൂട്ടിയ പാപങ്ങൾ ഓർത്തോർത്തോർത്ത് കണ്ണിൽ നിന്ന് ധാരധാരയായി കണ്ണുനീര് താഴേക്ക് വീണ് രാത്രിയും പകലും ഒക്കെ സമയം കിട്ടിയിട്ടുണ്ട്. പക്ഷേ തിരക്കുകൾക്കിടയിൽ, ഓട്ടത്തിനിടയിൽ ഒഴിവില്ലാത്തവരായിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, നഷ്ടമായിരിക്കും റമളാൻ എല്ലാ പാപങ്ങളെയും ഇല്ലാതാക്കാനാണ്. ഈ ഒരു ദുനിയാവിന്റെ ചുറ്റുപാട്, ദുനിയാവിന്റെ ജീവിക്കുന്നതിനിടയിൽ അത് ഏതേത് സന്ദർഭങ്ങളിലാണെങ്കിലും, വീട്ടിലാണെങ്കിലും, ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലാണെങ്കിലും ഒക്കെ തിന്മകൾക്കുള്ള സാഹചര്യങ്ങളാണ് കൂടുതൽ. തിന്മകൾക്കുള്ള സാഹചര്യങ്ങൾ അധികമാണ്. അതുകൊണ്ട് തന്നെ തിന്മയിലേക്ക് പോകും. മനുഷ്യന്റെ മനസ്സ് തെറ്റിലേക്ക് ചാഞ്ഞു നിൽക്കുന്നതാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ധാരാളം തെറ്റുകൾ വന്നിട്ടുണ്ടാകാം. അല്ലാഹുവിന്റെ കാരുണ്യം നോക്ക്, പുറത്തു തരാനാണ്. ഇസ്തിഗ്ഫാർ ചൊല്ലിക്കോ, പുറത്തു തരാം. തൗബ ചെയ്തോ, പുറത്തു തരാം. നോമ്പ് മൻ സ്വാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, ഈമാനോടുകൂടി, വിശ്വാസത്തോടുകൂടി, പ്രതിഫലം കിട്ടുമെന്ന ആഗ്രഹത്തോടുകൂടി നോമ്പ് നോറ്റോ, എല്ലാം പുറത്തു തരാം. മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, രാത്രി നമസ്കാരം നിർവഹിച്ചോ, പാപങ്ങളൊക്കെ പുറത്തു തരാം. എത്രയെത്ര ഓഫറുകളാ! നമസ്കാരത്തിലേക്ക് വരുന്ന ഓരോ ചവിട്ടടിയും തിന്മകൾ മായിച്ചു തരും. വുളൂ ചെയ്യുന്ന സമയത്ത് അവയവങ്ങളിലേക്ക് വെള്ളം ചേരുമ്പോൾ പാപങ്ങൾ മായിച്ചു തരും. എത്രയെത്ര അവസരങ്ങളാ നമ്മുടെ മുമ്പിലുള്ളത്. ഇമാമിന്റെ കൂടെ നമസ്കാരത്തിന് ഒരുമിച്ച് ജമാഅത്തായി നമസ്കരിക്കുമ്പോൾ ഇമാം വലദ്ദാലീൻ എന്ന് കഴിഞ്ഞ് ആമീൻ എന്ന് പറയുമ്പോ പിന്നിലുള്ള നമ്മളും ആമീൻ പറയുമ്പോ അതേ സമയത്ത് മലക്കുകൾ ആമീൻ പറയുന്നുണ്ട്. മലക്കുകളുടെ ആമീനും നമ്മുടെ ആമീനും യോജിച്ചു വന്നാൽ പാപങ്ങൾ പുറത്തു തരും. എത്രയെത്ര ഓഫറുകളാ പാപങ്ങൾ പൊറുക്കാൻ റമളാനിലും അല്ലാത്ത സമയത്തും. റമളാനിൽ എത്തിയിട്ടും പാപങ്ങൾ പുറത്തിട്ടില്ലെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിലേക്ക് കയറുമ്പോൾ ആമീൻ 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 എന്ന് പറഞ്ഞ സന്ദർഭം ഹദീസുകൾ പഠിപ്പിക്കുന്നുണ്ട്. അതിലൊരു ഭാഗം എന്താ? റമളാനിലേക്ക് പ്രവേശിച്ചിട്ട് ഒരാൾക്ക് അയാളുടെ പാപങ്ങൾ പൊറുപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അയാൾ നശിക്കട്ടെ എന്നതാണ്. അയാൾക്ക് ശാപമുണ്ടാകട്ടെ എന്നൊക്കെയുള്ള ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയ്ക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറഞ്ഞു. മറ്റൊരു ഹദീസിൽ കാണാം, റഗീമ അൻഫു റജുലിൻ ദഖല അലൈഹി റമളാൻ സുമ്മ അൻസലഹ ഖബ്ല അൻ യുഗ്ഫറ ലഹു, ഒരാൾ റമളാനിലേക്ക് പ്രവേശിച്ചു, എന്നിട്ട് റമളാനിൽ തിരിച്ചുപോയി, പാപങ്ങളൊന്നും മായിച്ചിട്ടില്ല എങ്കിൽ അയാൾ നശിക്കട്ടെ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നമ്മൾ ആലോചിക്കുക, നമ്മുടെ ദുആ അള്ളാഹിനോട് മാത്രം എന്ന് പറയുന്ന ആൾക്കാരെ, നമ്മൾ അള്ളാഹിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്ന ആൾക്കാരെ എത്രട്ടം പ്രാർത്ഥിക്കാറുണ്ട് എന്ന് ആത്മാർത്ഥമായി പരിശോധിക്കും. നമ്മൾ രാത്രിയും പകലുമൊക്കെ, നിസ്കാരത്തിന് മുമ്പും ശേഷവും ഒക്കെ, യാത്രയിൽ, മറ്റു സന്ദർഭങ്ങളിൽ എത്രട്ടം അള്ളാഹിനോട് പ്രാർത്ഥിക്കാറുണ്ട്. ആവർത്തിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം. ദിക്റുകൾ വ്യത്യസ്തങ്ങളായ ദിക്റ്, രാവിലെ കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കുന്നത് മുതൽ തിരിച്ചതേ കട്ടിലേക്ക് പോകുന്നത് വരെ വ്യത്യസ്തങ്ങളായ സന്ദർഭങ്ങളിൽ പഠിപ്പിക്കപ്പെട്ട ദിക്റുകൾ നമുക്കറിയുന്നതും അറിയാത്തതും ഒരുപാടുണ്ട്. എല്ലാത്തിനും സംവിധാനങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. ഒന്ന് സെർച്ച് ചെയ്താൽ കിട്ടുന്ന ആപ്ലിക്കേഷനുകൾ കൈകളിലുണ്ട്. ഏത് സന്ദർഭം ചോദിച്ചാലും ഉത്തരം കിട്ടും, ആ പ്രാർത്ഥന കിട്ടും. പക്ഷേ നമ്മൾ എത്ര ചൊല്ലാറുണ്ട്? ദിക്റുകളും പ്രാർത്ഥനകളും ഒക്കെ നമ്മൾ ആലോചിക്കുക. സയ്യിദുൽ ഇസ്തിഗ്ഫാർ, പാപങ്ങളൊക്കെ പൊറുക്കുന്നതിന്റെ ഇസ്തിഗ്ഫാറിനെ നേതാവ് എന്ന് പഠിപ്പിച്ച, ഒരു ദിവസം രാവിലെ ചൊല്ലി വൈകുന്നേരമാകുന്നതിന് മുമ്പ് ഒരാൾ മരിച്ചു പോയാൽ അയാൾ സ്വർഗത്തിലാണ് എന്ന് സർട്ടിഫിക്കറ്റ് നൽകിയ, വൈകുന്നേരം ചൊല്ലി രാവിലെ ആകുന്നതിന് മുമ്പ് മരിച്ചു പോയാൽ അയാൾ സ്വർഗത്തിലാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ ഒരു സയ്യിദുൽ ഇസ്തിഗ്ഫാർ നമ്മുടെ ജീവിതത്തിൽ എത്രട്ടം കടന്നു വന്നിട്ടുണ്ട്? പ്രിയമുള്ളവരെ, പരിശോധിക്കുക. ഇല്ലേ, കുറവായിരുന്നോ? ഇനി സമയമുണ്ട്. ഇനി കുറഞ്ഞ സമയം കൂടി മുമ്പിലുണ്ട്. പരമാവധി ഉപയോഗപ്പെടുത്തുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഉപയോഗപ്പെടുത്തിയിട്ടില്ലേ നഷ്ടക്കാരായി മാറും. അതേപോലെ തന്നെ റമളാൻ ഖുർആനിന്റെ മാസമായിരുന്നു. റമളാനും ഖുർആനും നല്ല ബന്ധമുണ്ടായിരുന്നു. എന്നാൽ ഈ ഖുർആനും നമ്മളും എത്രമാത്രം ബന്ധമുണ്ടായിരുന്നു പരിശോധിക്കണം. റമളാനിലേക്ക് കയറുമ്പോൾ കുറെ പ്ലാൻ ഉണ്ടായിരുന്നു, എത്ര ഓതണം, ഇങ്ങനെ ആക്കണം, അങ്ങനെ ആക്കണം എന്നൊക്കെ. 23 കഴിയുമ്പോൾ എവിടെ എത്തിയിട്ടുണ്ട് പരിശോധിക്കുക. ഖിറാഅത്തിന്റെ വിഷയം, ഹിഫ്ളിന്റെ വിഷയം, അർത്ഥങ്ങൾ പഠിക്കുന്ന വിഷയം ഓരോന്നും ആലോചിക്കുക. ശരീകരിക്കണില്ല. ഒരു ഹർഫിന് 10 കൂലി റമളാൻ അല്ലാത്ത സമയത്ത് തന്നെ ഉണ്ട്. റമളാനിൽ അതിനേക്കാളും കൂടുതൽ. ഒന്നും നട്ടല്ല. ഇരുന്നത്ത് ഓതിയാലും നിന്നത്ത് ഓതിയാലും ഇഖ്ലാസ് ഓതിയാലും നസ്ർ ഓതിയാലും ഏത് ചെറിയ സൂറത്ത് ഓതിയാലും വലിയ സൂറത്ത് ഓതിയാലും എല്ലാത്തിനുണ്ട് കൂലി. ഒരേട്ടം കുല്ലല്ലാഹു ഓതി വീണ്ടും അതന്നെ ഓതുമ്പോൾ കൂലി കിട്ടൂലെന്നില്ല, പ്രതിഫലം ഉണ്ട്. ഇതാ ഇസ്ലാം പഠിപ്പിച്ചത്.
വണ്ടിയിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് അരമണിക്കൂർ യാത്രയിൽ നമുക്ക് ഹിഫ്ളുള്ള സൂറത്ത് ഓതിയാലും പ്രതിഫലമുണ്ട്. അത് ചെറിയ സൂറത്ത് ഓതിയാലുണ്ട്. ഫാത്തിഹ ആവർത്തിച്ച് ഓതിയാലും അതിന് പ്രതിഫലമുണ്ട്, സംശയമില്ല. അതുകൊണ്ട് പരിശോധിക്കുക, ഇതുവരെ ഖുർആനുമായുള്ള ബന്ധം കുറവാണോ? ഇനി അങ്ങോട്ട് നന്നാക്കാം. സമയത്തെ പ്ലാൻ ചെയ്യുക. കൃത്യമായി ഒരാഴ്ച കൂടി മുമ്പിൽ സമയം ഉണ്ടാവും. ആ സമയത്ത് പ്ലാൻ ചെയ്ത് പരമാവധി ഇനിയുള്ള സമയങ്ങളിൽ പരമാവധി ഉപയോഗപ്പെടുത്താൻ നമ്മൾ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ മറ്റൊന്ന്, റമദാൻ ദാനധർമ്മത്തിന്റെ മാസമായിരുന്നു. ഒരുപാട് അവസരങ്ങൾ ഇങ്ങനെ വാരിക്കോരി വന്നു നമ്മുടെ മുമ്പിൽ. ഒരുപാട് ചാൻസ് കിട്ടി. നമ്മുടെ പള്ളിയിൽ തന്നെ വിവിധ നിസ്കാരങ്ങൾക്ക് ശേഷം മുമ്പ് ഒക്കെ പല ആളുകൾ പല നാട്ടിൽ നിന്നും വന്നു. നമ്മുടെ നാടുകളിൽ തന്നെയുള്ള സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു. പുറം നാട്ടിൽ നിന്ന് ആൾക്കാർ വന്നു. അവരൊക്കെ പോവുകയും ചെയ്തു. ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ എന്നത് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. പലപ്പോഴും നമ്മളിങ്ങനെ കമന്റ് പറഞ്ഞിട്ട് പോവാണ്, നെഗറ്റീവ് കമന്റ് പറഞ്ഞിട്ട് ഇങ്ങനെ പോകും. അല്ലെ, റമദാൻ ശൈത്താനെ കെട്ടിയിടുന്ന സമയത്ത് പിരിവിന്റെ ആൾക്കാരെ തുറന്നു വിടുകയാണ്. പിരിവ് എന്ന് പറഞ്ഞതിനെ എരക്കൽ എന്ന് പറഞ്ഞ് പരിഹസിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. എരക്കാണ്. അവരവരുടെ വീട്ടിലെ കുടുംബത്തിനെ നോക്കാനല്ല ആളുകൾ വന്നത്. അവരുടെ നാട്ടിലെ ദീനി സ്ഥാപനം നിലനിർത്താൻ, അവിടുത്തെ നാട്ടിന്റെ പള്ളിയുടെ ആവശ്യത്തിന് വേണ്ടി. അങ്ങനെ നമ്മുടെ അരികിലേക്ക് നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ പ്രതിഫലം വാരിക്കൂട്ടാൻ വേണ്ടി ഒരു അവസരം തുറന്നു തന്നപ്പോ അത്തരം ആളുകളെ പരിഹസിച്ചിട്ടാണ് നമ്മൾ മുമ്പോട്ട് പോയത്. ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കണം. ഉപയോഗപ്പെടുത്തിയ എത്ര ആൾക്കാർ ഒന്നുപോയി. നമ്മുടെ നാട്ടിലെ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടും പള്ളിയുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ അടുത്ത് വന്നിട്ടുണ്ട്. ഉപയോഗപ്പെടുത്തിയോന്ന് 10 ഉറുപ്പ കൊടുത്താൽ മതി, പരിഹസിക്കേണ്ടതില്ല. ഒരു മാസം ഫുള്ള് 10 ഉറുപ്പ കൊടുത്താൽ 300 ഉറുപ്പ ചെലവുള്ളൂ. വലിയ സംഗതിയൊന്നുമില്ല. ഇനി 5 നേരം കൊടുത്താൽ തന്നെ 1000-1500 ഉറുപ്പ ചെലവുള്ളൂ. എങ്ങനെയൊക്കെ നമ്മൾ ചെലവഴിക്കുന്നുണ്ട്. നെഗറ്റീവ് പറഞ്ഞ് അതിനെ ഇല്ലാതാക്കേണ്ടതില്ല. അങ്ങനെ ഇല്ലാതാക്കുന്ന ആളുകളെ ഖുർആൻ പറയുന്നുണ്ട്. സൂറത്തുൽ മാഊന്റെ അർത്ഥം ഒന്ന് മനസ്സറിഞ്ഞൊന്ന് വായിച്ചു നോക്ക്. സൂറത്തുൽ മാഊൻ, മതത്തെ കളവാക്കിയ ആൾക്കാരെ നിങ്ങൾ കണ്ടോന്നാ. ദീനിനെ കളവാക്കിയ മനുഷ്യന്മാര്. ശിർക്ക് ചെയ്ത ആൾക്കാരും കുഫ്ർ ചെയ്ത ആൾക്കാരല്ല പറഞ്ഞത്. യതീമിനെ പരിഗണിക്കാത്തവർ, മിസ്കീനുകൾക്കുള്ള ഭക്ഷണത്തിന് പ്രോത്സാഹനം കൊടുക്കാത്ത ആൾക്കാര്. അവസാനം പറഞ്ഞത് പരോപകാര വസ്തുക്കൾ തടയുന്ന ആൾക്കാര്. പരോപകാര വസ്തു, പരസ്പരം അങ്ങോട്ട് ഇങ്ങോട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പൈസ, സമ്പത്ത്. അങ്ങോട്ട് കൊടുക്കണം, ഇങ്ങോട്ട് വാങ്ങണം ഒക്കെ ഉണ്ട്. അതേപോലെ തന്നെ മറ്റു പല നിലക്കും മറ്റുള്ളവരെ സഹായിക്കേണ്ട വിഷയങ്ങൾ അതിനെ കൊടുക്കൂല്ല, കൊടുക്കുന്ന ആൾക്കാരെ തടയും ചെയ്യാം. എന്നിട്ട് ഭയങ്കര വലിയ അഭിമാനത്തോടു കൂടി പറയും പല ആൾക്കാരും. ഏതെങ്കിലും ഒരു സ്ഥലത്ത് എന്തെങ്കിലും ഒരു നെഗറ്റീവ് പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ പ്രശ്നത്തിന് എല്ലാത്തിലേക്കും ചേർത്ത് വെച്ച് എല്ലാവിധ നന്മകൾക്കും തടസ്സമുണ്ടാക്കുന്ന ആളുകൾ. നമുക്ക് ചേർന്നതല്ല അത്. റമദാൻ ദാനധർമ്മത്തിന്റെ മാസം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാരിക്കോരി കൊടുത്തിരുന്നു എന്ന് ഹദീസുകൾ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ അടുത്തൊക്കെ ഒരു ചാൻസ് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് കയ്യിൽ നിന്ന് കൊടുക്കുക. കടിയിലെ നല്ല വാക്ക് പറഞ്ഞു വിടുക. കയ്യിൽ പൈസ ഇല്ലേ, അക്കൗണ്ടിൽ പൈസ ഇല്ലേ, നമ്മളെ അടുത്ത് ഒന്നുമില്ലേ, നമ്മൾ തന്നെ കഷ്ടപ്പെട്ടിട്ട് പോണേ, ഓരോ നല്ല വാക്ക് പറഞ്ഞാൽ മതി, ഒരു പ്രശ്നമല്ല. അതുകൊണ്ട് ഇനിയും മുമ്പിൽ സമയമുണ്ട്. ഇനിയും നമ്മളുടെ അരികിലേക്ക് പലരും വരും. കഴിയുന്നത്ര ചേർത്ത് പിടിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. കാരണം കൊടുത്തതിന്റെ തണലിൽ അന്ത്യനാളിൽ ഉണ്ടാവുന്ന, സ്വതക്കയുടെ തണലിലായിരിക്കും അന്ത്യനാളിൽ ഉണ്ടാവുക. അപ്പൊ എത്ര കൊടുത്തോ അത്രയും ഉണ്ടാകുന്ന മലക്കുകൾ പ്രാർത്ഥിക്കും എല്ലാ ദിവസവും. അല്ലാഹു മുൻഫികൻ ഖലഫ, അല്ലാഹുവേ കൊടുത്താൽ ഇനി കൊടുക്കണേ. അല്ലാഹു മുംസികൻ തലഫ, അല്ലാഹുവേ പിടിച്ചു വെച്ചാൽ നീ പിടിച്ചു വെക്കണേ. കൊടുക്കാതെ എങ്ങനെ വെക്കും? പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിക്കുക. ചാൻസ് കിട്ടുമ്പോൾ മാക്സിമം യൂസ് ചെയ്യാം. ദുനിയാവെന്ന് പോയിട്ട് ആലോചിച്ചിട്ട് കാര്യമില്ല. ഹോസ്പിറ്റലിന്റെ വരാന്തയിൽ ഒരു ദിവസവും 2 ദിവസം കഴിയേണ്ടി വരും. 5000-10,000 ബില്ലടക്കുന്ന ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഡയാലിസിസും അതേപോലെ തന്നെ ക്യാൻസറും ഒക്കെയുള്ള വിവിധങ്ങളായ രോഗങ്ങൾ ഉള്ളിലേക്ക് വന്നിട്ട് ആഴ്ച 2-3 പ്രാവശ്യം ഹോസ്പിറ്റലിൽ പോയിട്ട് കിട്ടുന്ന വരുമാനം നമുക്ക് ഒരിക്കലും തികയാത്ത അവസ്ഥയിൽ 10,000 ആഴ്ചയിൽ ബില്ല്, അല്ലെങ്കിൽ ആഴ്ചയിൽ 3 വട്ടം 10,000 വെച്ച് ബില്ല് കൊടുക്കണം. അത്തരം അവസ്ഥകളിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിച്ചിട്ടുണ്ട്. അങ്ങനത്തെ പരീക്ഷണങ്ങൾ നമ്മൾക്ക് തന്നിട്ടില്ല. അതുകൊണ്ട് അത്തരം ആളുകൾ നമ്മുടെ ചുറ്റുഭാഗത്തൊക്കെ ഉണ്ട്. പരീക്ഷണങ്ങൾക്ക് വിധേയമായ ആളുകൾ സഹായിക്കുക. അതേപോലെ നമ്മുടെ സംവിധാനങ്ങൾ, അത് ഇന്നും പള്ളി തിരിച്ചു പോകുമ്പോൾ നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ട പരിപാലനത്തിന് വേണ്ടിയുള്ള അവസരമുണ്ട്. കൊടുത്തോളൂ മാക്സിമം, പരമാവധി. റമദാൻ ചിലപ്പോൾ ലാസ്റ്റ് വെള്ളിയാഴ്ച ആയിരിക്കും. അടുത്ത വെള്ളി കൊടുക്കുമ്പോൾ ചിലപ്പോൾ പെരുന്നാൾ ഈ പറയുന്ന റമദാൻ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ കൊടുക്കണം ഇപ്പൊ കൊടുക്കണം ഒരേപോലെ ഉണ്ടാവില്ല. ഇന്ന് ലാസ്റ്റത്തെ വെള്ളിയാണ്. നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ ആസ്വദിക്കുന്ന ഈ ആസ്വാദനം, ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് വലിയ ചെലവും കാര്യങ്ങളുണ്ട്. മാക്സിമം കൊടുക്കുക സംഭാവനയായി. വരിസംഖ്യ എഴുതിയ ആൾക്കാരൊക്കെ ഉണ്ടാവും.
നേരത്തെ തന്നെ കൊടുത്തു തീർക്കണം. റമദാനിക്ക് കാത്തിക്കണ്ട. റമദാനിൽ അല്ലാത്ത ഓഫർ എക്സ്ട്രാ കൊടുക്കുക. ചില ആൾക്കാരൊക്കെ റമദാനിലാണ് എല്ലാ വരിസെങ്കിലും കൊടുക്കുക. വരിസെങ്കിൽ റമദാൻ മുമ്പ് തീർക്കുക. 11 മാസത്തിന്റെ ഇടയിൽ റമദാനിൽ എക്സ്ട്രാ അഡീഷണൽ ബോണസ് ആയി കൊടുക്കുക. കാരണം എക്സ്ട്രാ കൂലിയാണ്, അധിക കൂലിയാണ്. അതുകൊണ്ട് പരമാവധി അതിനെ ഉപയോഗപ്പെടുത്താൻ നമ്മൾ ശ്രദ്ധിക്കുക. അതുകൊണ്ട് അങ്ങനെ റമദാനിനെ ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, ഇതുവരെ ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ഇനിയുള്ള ഒരാഴ്ച സമയം മുമ്പിലുണ്ട്, പരമാവധി ഉപയോഗിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ഒന്നുകൂടി ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് നൽകുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, എല്ലാ നിലക്കും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് എന്ന് ഉറപ്പിക്കുക. പ്രത്യേകിച്ചും സ്വഭാവത്തിൻ്റെ ഭാഗം സൽസ്വഭാവികളാകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. കാരണം മീസാനിൽ ഏറ്റവും കനം തൂങ്ങുന്നത് സൽസ്വഭാവമാണ് എന്ന് ഹദീസ് പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ആളുകൾ ആര് എന്ന് ചോദിച്ചപ്പോൾ സൽസ്വഭാവികൾ എന്ന് പറഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആൾ ആര് എന്ന് ചോദിച്ചപ്പോൾ സൽസ്വഭാവികൾ എന്ന് പറഞ്ഞു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അന്ത്യനാളിൽ ആരാണ് ഉണ്ടാവുക എന്ന് ചോദിച്ചപ്പോൾ സൽസ്വഭാവികൾ എന്ന് പറഞ്ഞു. ഏറ്റവും കൂടുതൽ ആളുകളെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചപ്പോൾ തഖ്വയും സൽസ്വഭാവമാണ് എന്ന് പറഞ്ഞു. സൽസ്വഭാവത്തിന് വലിയ ഗുണമുണ്ട്. എന്താ സൽസ്വഭാവം? നല്ല സ്വഭാവമാണ്. ഇസ്ലാം പഠിപ്പിച്ച നല്ല സ്വഭാവങ്ങളൊക്കെ കൊണ്ടുവരണം. അതിൽ ഏറ്റവും പ്രധാനമാണ് വിനയം. അഹങ്കാരത്തിന് നേരെ ഓപ്പോസിറ്റ്. അഹങ്കാരം ഉണ്ടാകാൻ പാടില്ല. സമ്പത്ത് കൂടിയ ആൾക്കാരെ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവും, സൗന്ദര്യം കൂടിയ ആൾക്കാരുണ്ടാവും, സൗകര്യങ്ങൾ കൂടിയ ആൾക്കാരുണ്ടാവും, അറിവ് കൂടിയ മനുഷ്യന്മാരുണ്ടാവും. ഒന്നിലും അഹങ്കരിക്കാൻ പറ്റൂല എന്നാണ് ഈ പറയുന്ന. ഒന്നിലും അഹങ്കരിക്കാനുള്ള വക നമുക്കില്ല. അഹങ്കാരത്തിന്റെ ഒരു കടുകുമണി, ഒരു അണുമണി തൂക്കമുണ്ടെങ്കിൽ സ്വർഗത്തിലേക്ക് ഉണ്ടാവില്ല എന്നാ. വിനയമാണ് കാണിക്കേണ്ടത്. എത്രത്തോളം കൂടുതൽ നമ്മൾ എടുത്തുണ്ടോ അതിനനുസരിച്ച് വിനയം കാണിക്കുക, താണു കൊടുക്കുക, വിട്ടുവീഴ്ച കാണിക്കുക. സൽസ്വഭാവമാണ്. വിട്ടുവീഴ്ച സാരല്ല എന്ന് പറയാം. ഒരു പ്രയാസം മനസ്സിലുണ്ടായാൽ, അത് ശാരീരികമാകട്ടെ മാനസികമാകട്ടെ, വേറൊരാളെ കൊണ്ട് ഒരു പ്രയാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സാരില്ല എന്ന് പറയാം. തിരിച്ചങ്ങട്ട് പകയും വെച്ച് ശത്രുതയും വെച്ച് പോവല്ല. അത് സൽസ്വഭാവമല്ല. സൽസ്വഭാവമാണെങ്കിൽ വിട്ടുകൊടുക്കുക, സാരില്ല എന്ന് പറയാം, കുഴപ്പമില്ല എന്ന് പറയാം. ഓർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഒരാൾ തെറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ അത് വേഗം പബ്ലിസിറ്റി ആക്കണേനല്ല കാത്തിക്കേണ്ടത്. അവരോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക സ്നേഹത്തോടെ, അതും ആരും അറിയാത്ത കോലത്തില്, അവരുടെ അഭിമാനത്തിന് ക്ഷതം വരുത്താത്ത കോലത്തില്. എന്നിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അള്ളാഹുവെ പുറത്തു കൊടുക്കണേന്ന്. മറ്റുള്ളവരുടെ കാര്യങ്ങൾ അങ്ങനെ കാണുക, മറ്റുള്ളവരുടെ വിഷയങ്ങളൊക്കെ നോക്കിയിട്ട് അത്തരം ആളുകൾ ഇങ്ങനെ നിരീക്ഷിച്ചിട്ട് അവരുടെ പ്രശ്നങ്ങൾ ഇങ്ങനെ അഡ്രസ്സ് ചെയ്തിട്ട് അങ്ങനെ പോലല്ല. വേറൊരാളുടെ വിഷയം അള്ള ഓനക്ക് പുറത്തു കൊടുക്കും. നിങ്ങൾ ആലോചിച്ച അങ്ങനെ ചിന്തിക്കാൻ മനസ്സിന് കഴിയണം. അള്ള ഓനക്ക് പുറത്തു കൊടുക്കും. നമ്മളെ വിഷയം വരുമ്പോഴോ അള്ള എനിക്ക് എന്തായാലും പുറത്തു തരും എന്നല്ല ചിന്തിക്കേണ്ടത്. അള്ള എനിക്ക് പുറത്തു തന്നില്ലെങ്കിലോ ഞാൻ നഷ്ടക്കാരനാവുമല്ലോ, ഇത് വലിയ അപകടമാണല്ലോ, ഇനി ഞാൻ ചെയ്യൂല എന്ന ഉറച്ച തീരുമാനത്തിലേക്ക്. ഈ രണ്ട് നിലപാടുകൾ, നമ്മളെക്കുറിച്ചൊന്നും മറ്റുള്ളവരെ കുറിച്ച് മറ്റൊന്നും, ഈ നിലപാട് ഇങ്ങനെ സ്വീകരിച്ചു പോയാൽ ഒരു പ്രശ്നവും വരാനുണ്ട്. അത് സൽസ്വഭാവത്തിന്റെ ഒരു ഭാഗമാണ്. അതേപോലെ തന്നെ ജീവിതത്തിൽ പുഞ്ചിരി കൊണ്ടിറക്കുക, ആളുകൾ കാണുമ്പോൾ ചിരിക്കുക. അതിങ്ങനെ ഒരു സെക്കൻഡ് കൊണ്ട് ചിരിച്ചതിന്റെ കാരണം കൊണ്ട് ആ ഫോട്ടോ വർഷങ്ങളോളം കൊണ്ടിറക്കാൻ നമുക്ക് പറ്റുന്നുണ്ടല്ലോ. ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഒരു സെക്കൻഡേ ചിരിച്ചിട്ടുള്ളൂ, ജീവിതകാലം മുഴുവൻ ചിരിച്ചിറക്കുക. ഒരു പുഞ്ചിരി സ്വതക്കയാണ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു സ്വതക്കയാണ്. പൈസ ഇങ്ങനെ കൊടുക്കുന്ന പോലെയാണ് പുഞ്ചിരിക്കുക. ഒരാളെ കാണുമ്പോൾ ഇങ്ങനെ ചിരിക്കാനുള്ളത് അവരുടെ ഹൃദയത്തിലേക്കുള്ള വാതിലുകൾ തുറക്കുകയാണ്, ബന്ധം നന്നാക്കുകയാണ്. പല ആൾക്കാരും ചിരിച്ചെന്തോ നഷ്ടപ്പെടും എന്ന് വിചാരിച്ച് ഇങ്ങനെ പോവാണ്. ചിരിക്കുന്നതിലൂടെ, പുഞ്ചിരിക്കുന്നതിലൂടെ അക്കൗണ്ടിലേക്ക് നന്മകളുടെ ഒരു വിഹിതം അല്ലെങ്കിൽ നന്മകൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരാൻ കാരണമായി തീരും. അതുകൊണ്ട് അങ്ങനെ സൽസ്വഭാവമായി പഠിപ്പിക്കപ്പെട്ടതൊക്കെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു നിലക്കും അഹങ്കരിക്കാനുള്ള വകുപ്പ് നമുക്കില്ല. നമ്മളെ കൂട്ടത്തിൽ തന്നെ പല ആൾക്കാരെ കുറിച്ച് പറയും, സ്കരിക്കാനൊക്കെ ഒന്നാമത്തെ സഫിലുണ്ടാവും, പക്ഷെ അവന് സ്വഭാവം ഭയങ്കര മോശമാണ്. സ്കരിക്കാൻ ഒന്നാമത്തെ സഫിലുണ്ട്, എല്ലാവിധ നന്മയിലുണ്ട്, സ്വഭാവം. ദുനിയാവിൽ നമ്മൾ കൂടുതലുള്ള ആൾക്കാർക്ക് പോലും നമ്മളെ സ്വഭാവത്തിൽ തൃപ്തിപ്പെടാൻ കഴിയുന്നില്ലെങ്കിൽ, അവരെ പോലും തൃപ്തിപ്പെടുത്താൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ പിന്നെ ആരെ നമ്മൾ തൃപ്തിപ്പെടുത്തുക? സ്നേഹത്തോടെയുള്ള സംസാരങ്ങളും പുഞ്ചിരികളും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്ന, വിട്ടുവീഴ്ചയൊക്കെ കൊണ്ടുവരുന്നാൽ മതി, ആളുകൾ തൃപ്തിപ്പെടും, ആൾക്കാർക്ക് പ്രശ്നം ഉണ്ടാവില്ല. സ്നേഹത്തോടുള്ള സംസാരം ഉണ്ടായാൽ മതി, നല്ല നിലക്കുള്ള സഹവാസം ഉണ്ടായാൽ മതി. ചെറിയ ചെറിയ നിസ്സാരമായ കാരണങ്ങൾക്ക് പേരിൽ വർഷങ്ങളോളം തെറ്റി നിൽക്കുന്ന ആൾക്കാരൊക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഗൗരവത്തിൽ കാണണം. സൽസ്വഭാവികളാണോ അങ്ങോട്ട് പോയി മുണ്ടുക, സംസാരിക്കുക, ചെറിയൊരു സമയം അതിനു വേണ്ടി മാറ്റിവെക്കുക.
ഇല്ലെങ്കിൽ വലിയ നട്ടാണ്. ഈ സ്വഭാവം ഇല്ലെങ്കിൽ, ഈ പറയുന്ന പിണക്കങ്ങളിലൂടെ ശത്രുതയിലൂടെയാണ് പോകണമെങ്കിൽ വലിയ നട്ടാണ്. ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തിട്ട് അവിടെ ഇങ്ങനെ പെൻഡിങ്ങിൽ നിൽക്കും. സ്വീകരിക്കാത്ത അവസ്ഥ ഉണ്ടാകും. സ്വീകരിക്കാത്ത അവസ്ഥ. എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും സൽക്കർമ്മങ്ങൾ ഇങ്ങനെ ഉയരുന്നുണ്ട്. അള്ളാഹിന്റെ അടുത്ത് കൊണ്ടും ചില ആൾക്കാരുടെ അവിടെ പെൻഡിങ്ങിൽ വെക്കുന്നതാണ്. അത് അവിടെ നിന്നോട്ടെ, അതവിടെ നിന്നോട്ടെ. അതവിടെ വെയിറ്റിംഗ് ലിസ്റ്റിൽ വെക്ക്, ഒരു ശരിയായിട്ട് എടുക്കാം. ചില ആൾക്കാർക്ക് അഭിമാനത്തോട് പറയല്ലോ, ഞാൻ 5 കൊല്ലായി അവനോട് മിണ്ടിയിട്ടെന്ന്, 5 കൊല്ലായി സൽക്കർമ്മങ്ങൾ റബ്ബ് സ്വീകരിച്ചിട്ടില്ല എന്നാണ്. അവിടെ പെൻഡിങ് ലിസ്റ്റിലുണ്ട്, വെയിറ്റിംഗ് ലിസ്റ്റിലാണ്. റബ്ബ് സ്വീകരിച്ചിട്ടില്ല. നിസ്കാരം നോമ്പ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് അധ്വാനം റബ്ബ് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ നമ്മളെക്കാളും വലിയ നഷ്ടത്തിൽ ആരാള്? സ്വർഗല്ല. ബന്ധം മുറിക്കുന്ന ആൾക്ക് സ്വർഗത്തിലേക്ക് പ്രവേശനമില്ല. 3 ദിവസം മാക്സിമം. എന്തെങ്കിലും വലിയ പ്രശ്നം ഉണ്ടായാൽ തന്നെ മാക്സിമം 3 ദിവസം. അള്ള പറഞ്ഞതാണ്, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. തെറ്റേണ്ടി വരും ചിലപ്പോ, കാരണം വലിയ പ്രശ്നം ഉണ്ടാവും, എന്നാലും വിട്ടുകൊടുക്കാന്നാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മകൾ ആയിഷ ബീവിയുമായി ബന്ധപ്പെട്ട പ്രശ്നം ഉണ്ടായില്ലേ? എത്ര വലിയ അപവാദ പ്രചരണമാണ്. പ്രവാചകന്റെ ഭാര്യയെ കുറിച്ചാണ് ആളുകൾക്കിടയിൽ പ്രചരിപ്പിച്ചത്. ആ കൂട്ടത്തിൽ അബൂബക്കർ റളിയല്ലാഹുവിന്റെ ചെലവിൽ കഴിഞ്ഞ മിസ്തഹ് റളിയല്ലാഹു അൻഹു കടന്നുപോയിരുന്നു, ശിക്ഷകൾ ഏറ്റുവാങ്ങിയിരുന്നു. അദ്ദേഹത്തിന് ഇനി ഒന്നും കൊടുക്കൂല, ഇനി ഞാനായിട്ട് ബന്ധമില്ല എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ അള്ളാഹ് ആകാശത്ത് ഇടപെട്ടുണ്ട്. അല്ലെ, വിട്ടുകൊടുക്കുക അബൂബക്കറെ, നിനക്ക് അള്ള പുറത്തരുന്ന ആഗ്രഹമില്ലേ? അള്ളാഹ് ആകാശത്ത് അള്ള ചോദിക്കുക. ഖുർആന്റെ ആയത്താണ്, സൂറത്തുൽ 24-ാമത്തെ സൂറത്ത് 22-ാമത്തെ ആയത്ത് മറിച്ച് നോക്കണം. വിട്ടുകൊടുക്കുക അബൂബക്കറെ, അള്ള നിനക്ക് പുറത്തു തരുന്ന നീ ഇഷ്ടപ്പെടുന്നില്ലേ? ഉഹദ് യുദ്ധത്തിന്റെ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. എത്ര ആളുകളെ ഷഹീദായത്. ചില ആളുകൾ പറഞ്ഞത് കേൾക്കാത്തപ്പോ, അനുസരണക്കേട് കാണിച്ചപ്പോ താഴെ വന്ന് കുറെ ആൾക്കാർ ഷഹീദാകാൻ കാരണമായി. അത്തരം ആളുകളെ കുറിച്ച് അള്ള പറഞ്ഞേ, ഓർക്ക് ഞാൻ വിട്ടുകൊടുത്ത്, പുറത്തു കൊടുത്ത്. നമ്മൾ ആലോചിച്ച് നോക്കി, നമ്മളൊന്നും അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ആരും ചെയ്തിട്ടില്ല. നമ്മളോട് പുറത്തു കൊടുക്കാൻ കഴിയണം, വിട്ട് വീഴ്ച ചെയ്യാൻ നമുക്ക് കഴിയണം. പിണങ്ങി നിൽക്കുകയല്ല, മാറി നിൽക്കുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് എല്ലാവിധ നല്ല സ്വഭാവങ്ങളെയും പഠിച്ച് മനസ്സിലാക്കി പരമാവധി എല്ലാ നല്ല സ്വഭാവങ്ങളും ചേർത്ത് വെക്കുക. മോശമായ മുഴുവൻ സ്വഭാവങ്ങളിൽ നിന്നും, കളവ് പറയലാകട്ടെ, ചീത്ത പറയലാകട്ടെ, വഞ്ചിക്കലാകട്ടെ, ചതിക്കലാകട്ടെ, അങ്ങനെ എല്ലാം എല്ലാത്തുനിന്നും മാറി നിൽക്കാൻ നമുക്ക് കഴിയണം. മുസ്ലിമിന് അത് പറ്റൂല, വിശ്വാസികൾക്ക് പറ്റൂല. ഞാൻ നോമ്പുകാരനായിരുന്നു, അതുകൊണ്ട് എനിക്കതൊന്നും പറ്റൂല എന്ന് പറഞ്ഞു മാറി നിൽക്കാൻ, നന്മകളിൽ മത്സരിക്കാനും തിന്മകളിൽ നിന്ന് പരിപൂർണമായി വിട്ടു നിൽക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് നന്മകൾ മനസ്സിലാക്കി മത്സരിക്കാനും തിന്മകളിൽ നിന്ന് പരിപൂർണമായി വിട്ടു നിൽക്കുവാനുമുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ചെയ്തു കൂട്ടിയ സൽക്കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒരുപാട് സൽക്കർമ്മങ്ങൾ കഴിവിന്റെ പരമാവധി ചെയ്യാൻ പരിശ്രമിച്ചവരാണ് നമ്മൾ. സ്വീകരിച്ചിട്ടില്ലെങ്കിൽ വലിയ നഷ്ടമാണ്. അള്ളാഹു സ്വീകരിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. എല്ലാവിധ തിന്മകളിൽ നിന്നും, ഷിർക്കിൽ നിന്ന്, ബിദ്അത്തിൽ നിന്ന്, കുഫ്റിൽ നിന്ന്, റിയായിൽ നിന്ന്, ഉജ്ബിൽ നിന്ന്, എല്ലാവിധ തിന്മകളിൽ നിന്നും മാറി നിൽക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ രോഗികളാണ്, വീട്ടിൽ കഴിയുന്നവർ, പള്ളിയിലേക്ക് അഡ്ജസ്റ്റ് ചെയ്തെത്തിയവർ, പ്രത്യേകിച്ച് ദുആ ചെയ്യണമെന്ന് വസിയത്ത് നൽകിയവർ, അങ്ങനെ ഒരുപാട് ആളുകൾ. എല്ലാവരുടെയും അസുഖങ്ങൾ എത്രയും പെട്ടെന്ന് ശിഫ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. ഞങ്ങളിൽ നിന്നും വിട പറഞ്ഞുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കുടുംബക്കാർ, സഹപ്രവർത്തകർ, അള്ളാഹുവേ എല്ലാവരുടെയും ഖബറിടങ്ങൾ നീ വിശാലമാക്കി കൊടുക്കണം റഹ്മാനെ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണം റഹ്മാനെ. സഹിക്കാനാവാത്ത വേദനകളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും അല്ലാഹുവേ ഞങ്ങൾ എല്ലാവരെയും കാത്തുരക്ഷിക്കണം റഹ്മാനെ. റമളാനിനെ ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തി ഈ റമളാനിൽ നിന്ന് വിട പറയുന്ന ഏറ്റവും നല്ല ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹുവേ ഞങ്ങൾ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഉ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا صيامنا وقيامنا وسائر أعمالنا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. الحمد لله رب العالمين.